ചിത്രത്തിൽ കാണുന്നത് ഒരു ഇമ്പോസിഷൻ എഴുതിയ പേപ്പറാണ്. 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയ പേപ്പർ. ഇന്നത്തെ കാലത്ത് സ്കൂൾ കുട്ടികൾക്ക് ഇമ്പോസിഷൻ ഉണ്ടോ എന്ന് ആലോചിച്ചില്ലേ? സ്കൂൾ കുട്ടികൾക്ക് ഇമ്പോസിഷൻ ഉണ്ട്, പക്ഷേ ഇതൊരു സ്കൂൾ കുട്ടി എഴുതിയ ഇമ്പോസിഷൻ അല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും മുൻ ഗതാഗത മന്ത്രിയുമായ ആർ ബാലകൃഷ്ണ പിള്ളയുടെ പേരിലുള്ള MLA ജംഗ്ഷനുണ്ട്. ഈ MLA ജംഗ്ഷനിലെ സ്റ്റോപ്പിൽ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ സൂപ്പർ ഫാസ്റ്റ് ഡ്രൈവറെ, KSRTCയുടെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ഡ്രൈവറെ ഇമ്പോസിഷൻ എഴുതിച്ചത് ഒരു യാത്രക്കാരനാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഡിപ്പോയിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ ഇമ്പോസിഷൻ എഴുതി പരാതിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈ ഡ്രൈവർ എറണാകുളം ജില്ലക്കാരനായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. വാളകം MLA ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരൻ കോട്ടയത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റിന് കൈ കാണിച്ചു. എന്നാൽ തിരക്കില്ലാതിരുന്ന ബസ്സായിരുന്നു. കൈ കാണിച്ചാൽ കണ്ട ഭാവം പോലും നടിക്കാതെ ഡ്രൈവർ വണ്ടി വിട്ടുപോയി. ഉടൻ തന്നെ യാത്രക്കാരൻ ബസിന്റെ ഡ്രൈവർ ആരാണ് എന്നറിയാൻ ബന്ധപ്പെട്ട ഡിപ്പോയിലേക്ക് വിളിച്ചു. രാത്രിയോടെ യാത്രക്കാരനെ ഡ്രൈവർ തിരികെ വിളിച്ചു. ഒരാഴ്ച മുമ്പ് എറണാകുളം ഡിപ്പോയിൽ നിന്ന് എത്തിയതാണെന്നും വാളകത്ത് സ്റ്റോപ്പുള്ള കാര്യം അറിയില്ല എന്നായിരുന്നു അയാൾ പറയുന്നത്. എന്നാൽ പോകുന്ന റൂട്ടിലെ സ്റ്റോപ്പുകൾ ഡ്രൈവർമാർ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്ന് യാത്രക്കാരൻ ചോദിച്ചതോടെ അയാളുടെ ഉത്തരം മുട്ടി. യാത്രക്കാരൻ പരാതി നൽകും എന്ന് ബോധ്യപ്പെട്ടതോടെ പരാതി കൊടുക്കരുത്, അത് ഒഴിവാക്കാനുള്ള ശ്രമമായി. പിന്നെ പരാതി ഒഴിവാക്കാൻ എന്ത് വേണമെന്നായി ഡ്രൈവർ. ചെറിയൊരു പണി കൊടുക്കാൻ തീരുമാനിച്ച യാത്രക്കാരൻ വാളകം MLA ജംഗ്ഷനിൽ സൂപ്പർ ഫാസ്റ്റിന് സ്റ്റോപ്പുണ്ട് എന്ന് 50 പ്രാവശ്യം വൃത്തിയായി ഇമ്പോസിഷൻ എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പരാതി പറയില്ല, പരാതി കൊടുക്കില്ല. ആ എഴുതിയത് വെറുതെ വെച്ചാൽ പോരാ, വാട്സപ്പിൽ ഇടാനും ആവശ്യപ്പെട്ടു. അധികം വൈകാതെ തന്നെ ആ ഇമ്പോസിഷൻ വാട്സാപ്പിലെത്തി. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്നാടുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ഒക്കെ മര്യാദ പഠിപ്പിക്കുന്ന യാത്രക്കാരുണ്ട് എങ്കിൽ അത് ഒരു സൗഹാർദ്ദപരമായ ഒരു മര്യാദ പഠിപ്പിക്കലാകും. അവിടെ ഒരു മത്സരമില്ലാതെയാകും. നല്ല രീതിയിലുള്ള ഒരു മര്യാദ പഠിപ്പിക്കലിൻ്റെ മാതൃകയായി മാറുകയും ചെയ്യും. ഏതാനും നാളുകൾക്ക് മുൻപ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങേണ്ട യാത്രക്കാരനെ വഴിയിൽ ഇറക്കി വിടാനുള്ള ജീവനക്കാരുടെ ശ്രമം പാളിയതിനെ തുടർന്ന് ട്രിപ്പ് മുടക്കി KSRTC ബസ് തിരികെ ഓടിച്ചത് 16 കിലോമീറ്റർ ആയിരുന്നു. യാത്രക്കാരന്റെ പരാതിയിൽ ഡ്രൈവർ രവീന്ദ്രൻ, കണ്ടക്ടർ അനിൽ എന്നിവർക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തു. അത് നടക്കുന്നത് സെപ്റ്റംബർ 2 രാത്രി 10 മണിക്ക് കളമശ്ശേരിയിൽ നിന്നും തൃശൂർ സൂപ്പർഫാസ്റ്റ് കയറിയ ഒരു യാത്രക്കാരൻ ആലുവയ്ക്കാണ് ടിക്കറ്റ് എടുത്തത്. എന്നാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയില്ല. പകരം ദേശീയപാതയിൽ പുളിഞ്ചോട് ജംഗ്ഷനിൽ ഇറങ്ങാനാണ് കണ്ടക്ടർ പറഞ്ഞത്. എന്നാൽ സ്റ്റാൻഡിലല്ല, അത് ഇറങ്ങില്ല എന്ന് പറഞ്ഞ യാത്രക്കാരനെ കൊണ്ട് ബസ് യാത്ര തുടർന്നു. അങ്കമാലി ഡിപ്പോയിലെത്തിയപ്പോൾ കാര്യമറിഞ്ഞു കൂടുതൽ ജീവനക്കാരത്തെ അനുനയിപ്പിക്കാൻ നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, ഇറക്കി വിടാൻ ശ്രമിച്ചു. യാത്രക്കാരൻ വഴങ്ങില്ല. ഒടുവിൽ ബസ്സിന്റെ ട്രിപ്പ് മുടങ്ങി തിരികെ ഓടി രാത്രി 1:30 മണിയോടെ യാത്രക്കാരനെ ആലുവ സ്റ്റാൻഡിൽ എത്തിച്ചു. ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? വേണ്ട രീതിയിൽ ആ നിയമങ്ങളനുസരിച്ച് ആ റൂട്ട് അനുസരിച്ച് അങ്ങ് ഓടിച്ചാൽ പോരെ? ബസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കണ്ടക്ടറുടെ പണി പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാം. KSRTC ബസ്സിൽ യാത്രക്കാർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ കണ്ടക്ടറിൽ നിന്ന് പിഴ ഈടാക്കാൻ ഉത്തരവുണ്ടത്രേ. 5000 രൂപ വരെയാണ് കണ്ടക്ടറിൽ നിന്ന് ഈടാക്കുക. സ്റ്റോപ്പിൽ കൈകാണിച്ചിട്ടും ബസ് നിർത്താതിരിക്കുക, യാത്രക്കാരെ സ്റ്റോപ്പിൽ ഇറക്കാതിരിക്കുക, യാത്രക്കാരോട് അപമര്യാദയെ പെരുമാറുക, ഇങ്ങനെയുള്ള പരാതി തെളിയിക്കപ്പെട്ടാൽ പിഴ കൊടുക്കേണ്ടതായി വരും. KSRTC ജില്ലാ ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനും ജില്ലാ അധികാരികളുടെ ചുമതലകൾ വിശദീകരിക്കുന്നതിനുമായി മാനേജിംഗ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഏതാനും നാളുകൾക്ക് മുൻപ് ഈ തീരുമാനമെടുത്തത്. 30 യാത്രക്കാർ വരെ സഞ്ചരിക്കുന്ന ബസ്സിൽ ഒരാൾ ടിക്കറ്റ് എടുക്കാതിരുന്നാൽ 5000 രൂപയാണ് പിഴ ഈടാക്കുക. 31 മുതൽ 47 വരെ യാത്രക്കാരുണ്ടെങ്കിൽ 3000 രൂപയും 48-ന് മുകളിൽ യാത്രക്കാരുണ്ടെങ്കിൽ 2000 രൂപയും പിഴ ഈടാക്കും. നേരത്തെ യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കാതിരുന്നാൽ കണ്ടക്ടർക്ക് സസ്പെൻഷനായിരുന്നു ശിക്ഷ. ആദ്യഘട്ടത്തിലാണ് പിഴ ചുമത്തുന്നത്. കുറ്റം ആവർത്തിച്ചാൽ പിഴയും നിയമ നടപടിയും നേരിടണം. സ്റ്റോപ്പിൽ കൈകാണിച്ചിട്ടും ബസ് നിർത്താതിരിക്കുക, സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കാതിരിക്കുക, യാത്രക്കാരോട് അപമര്യാദയെ പെരുമാറുക, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് ചില കണ്ടക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്നില്ല. ഇപ്പോഴൊക്കെ ചില ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി സൗഹാർദ്ദപരമായി തന്നെയാണ് KSRTC ബസ്സിൽ ജീവനക്കാർ യാത്രക്കാരോട് ഇടപഴകുന്നത്. രാത്രി സമയങ്ങളിൽ യാത്രക്കാർ ആവശ്യപ്പെടുന്നിടത്ത് KSRTC ബസ്സുകൾ നിർത്തണമെന്ന നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. രാത്രി 8 മുതൽ രാവിലെ 6 വരെയാണ് യാത്രക്കാരുടെ ആവശ്യാനുസരണം ബസ്സുകൾ നിർത്തേണ്ടത്. സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ ആവശ്യങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകണമെന്നും ജീവനക്കാർക്ക് കർശന നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.